PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഇന്ന് നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ ആൻസർ കീ ആണ്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ഭാഗത്ത് നിന്നും നമ്മൾ ഇന്നലെ ചെയ്ത സാധ്യതാ ചോദ്യങ്ങൾ ആ ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ വന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോൾ എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചരിത്രപരമായി തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. നെപ്പോളിയന്റെ പതനത്തിന് ഈടാക്കിയ വാട്ടർലൂ യുദ്ധം നടന്നത് 1818 എന്നുള്ളത് അത് തെറ്റാണ്. 1815 നടന്നത്. ഓക്കെ, അടുത്തത്, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ലൂയി 14. താഴെ പറയുന്നവയിൽ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹാരപ്പൻ സംസ്കാരം ഒരു ഇരുമ്പുയുഗ സംസ്കാരമായിരുന്നു എന്നത്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമീകരിച്ച് ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. ആദ്യം വരുന്നത് ചമ്പാരൻ സത്യാഗ്രഹം 1917, പിന്നെ വരുന്നത് അഹമ്മദാബാദ് മിൽ സമരം 1918, പിന്നെ ചൗരി ചൗര സംഭവം 1922, പിന്നെയാണ് കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം വരുന്നത്. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏത്? ഓപ്ഷൻ എ അഖില തിരുട്ടാണ്. അത് വൈകുണ്ഠസ്വാമികളുടെ കൃതിയാണ് അഖില തിരുട്ട്. ഓപ്പറേഷൻ ഗംഗ ഏത് ദൗത്യവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഉക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ആരംഭിച്ച ദൗത്യം. ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവസ്ഥാനം? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഭൂകമ്പ നാഭി. വിരൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് നദിയുടെ ഏതു ഘട്ടത്തിൽ വച്ചാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, യുവത്വ ഘട്ടം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ദൃഢമായ ധാതു ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ഡയമണ്ട്. ഊഷ്മാവിന്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെ തരംതിരിച്ച ശാസ്ത്രകാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കേപ്പൻ. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ സി, ഇടുക്കി. MC റോഡിന് സമാന്തരമായി ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയുടെ പേര്? ഓപ്ഷൻ എ, ഗ്രീൻഫീൽഡ്. സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി, പഴം പച്ചക്കറികളുടെ ഉൽപാദനം. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി? ഉത്തരം ഓപ്ഷൻ എ ആണ്, റാബി. കേരളത്തിലെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെ വികസിപ്പിക്കാൻ രൂപീകരിച്ച സ്ഥാപനം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സിഡ്കോ. നീതി ആയോഗിന്റെ ആസ്ഥാനം? ഓപ്ഷൻ സി, ന്യൂഡൽഹി. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ? ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം സുസ്ഥിര വികസനം, മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിക്കുക, വിദ്യാലയങ്ങളിലെ ലിംഗസമത്വം കുറയ്ക്കുക. ലോക പയറുവർഗ ദിനം? ഓപ്ഷൻ എ ആണ്, ഫെബ്രുവരി 10. ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഫ്രഞ്ച്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, ജവഹർലാൽ നെഹ്റു. മാൻഡമസ് എന്ന റിട്ടിന്റെ അർത്ഥം? ഓപ്ഷൻ എ, കൽപ്പന. മൗലിക ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? ഓപ്ഷൻ സി, 51A. കേന്ദ്ര എക്സിക്യൂട്ടീവിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി, അറ്റോർണി ജനറൽ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി? ഓപ്ഷൻ എ, ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. തുറമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ വരുന്നു? ഓപ്ഷൻ ഡി, യൂണിയൻ ലിസ്റ്റ്. സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഭരണഘടന. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്? ഓപ്ഷൻ സി, മെഡിസെപ്പ്. സ്പെക്ട്രം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ്, ഓട്ടിസം ബാധിച്ച കുട്ടികൾ. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി? ഓപ്ഷൻ സി, ജോസഫ് മുണ്ടശ്ശേരി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ? ഓപ്ഷൻ ബി, നരേന്ദ്രമോദി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ? ഓപ്ഷൻ എ, മുഖ്യമന്ത്രി. ചെറുകുടലിന്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിന്റെ ആഗിരണം പൂർണ്ണമായും നടപ്പാകുന്നത്? ഓപ്ഷൻ എ, വില്ലൈ. തലച്ചോറിന്റെ ഏതു ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത്? ഓപ്ഷൻ സി, മെഡുല്ല. രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന ധാതു ഏതാണ്? ഓപ്ഷൻ ബി, Ca++. സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നതുകൊണ്ട് ഉണ്ടാവുന്ന രോഗം ഏത്? ഓപ്ഷൻ ഡി, ഗൗട്ട്. ICDSന്റെ പൂർണ്ണ രൂപം? ഇതിന്റെ ആൻസർ ഇതിലില്ല, ഇത് ഡിലീറ്റഡ് ആവാനാണ് ചാൻസ് ഉള്ളത്. ICDSന്റെ ഫുൾ ഫോം എന്താണ്? ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് എന്നാണ് കേട്ടോ.
എലിസ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് വേണ്ടിയുള്ളതാണ്? ഓപ്ഷൻ ഡി ആണ് എയ്ഡ്സ്. പോൾ വോൾട്ട് താരം ചാടി വീഴുന്നത് ഒരു ഫോം ബെഡിലേക്ക് ആയതിനാൽ പരുക്കേൽക്കുന്നില്ല. ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന ന്യൂട്ടന്റെ നിയമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് രണ്ടാം ചലന നിയമം. കണ്ണടയ്ക്കുള്ള കുറിപ്പിൽ നേത്രരോഗ വിദഗ്ധൻ എഴുതിയത് 2D എന്നാണ്. ഇത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് ലെൻസ് ആണ്? ഉത്തരം ഓപ്ഷൻ എ 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ്. ഹീറ്റിംഗ് കോയിലുകൾ പലപ്പോഴും നിക്രോം ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. നിക്രോമിന്റെ താഴെ പറയുന്ന സൂചിപ്പിക്കുന്ന ഏതെല്ലാം മേന്മകളാണ് വൈദ്യുത താപന ഉപകരണങ്ങളിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഈ പറയുന്ന എല്ലാം. ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ചുവന്ന ചുട്ടുപഴുത്ത് ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിലനിൽക്കുവാനുള്ള കഴിവ്. 2022 നവംബറിൽ PSLV C-54 ഭ്രമണപഥത്തിൽ എത്തിച്ച ഉപഗ്രഹം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി EOS 6. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ജെർമേനിയം, സിലിക്കൺ, ബോറോൺ. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ് ഷെൽ നമ്പർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹസങ്കരമായ അൽനിക്കോയിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ബോക്സൈറ്റിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗമാണ്? ഉത്തരം ഓപ്ഷൻ സി ലീച്ചിങ്. ഉയിരിൻ കൊലക്കുടുക്കാവും കയറിനെ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ഈ വരിയുടെ രചയിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി ആണ് 2ഉം 4ഉമാണ്. പാവക്കുട്ടി, ഗ്രേസി, എൻ്റെ വഴിയമ്പലങ്ങൾ, SK പൊറ്റക്കാട്. മഞ്ജുതരം ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ് ആത്മകഥ. തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ സാൽവദോർ ദാലിയുടെ രചന അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ദി ക്രിയേഷൻ ഓഫ് അദം. 2022 ബഷീർ പുരസ്കാരം ലഭിച്ച കൃതി? ഓപ്ഷൻ എ ആണ് നൃത്തം ചെയ്യുന്ന കുടകൾ. അടുത്തത് മാത്സ് ആണ്. 1/1/2×4+1/6×8+1/6×8+198×100 ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് 49/200. ഒരു സംഖ്യയുടെ 30%വും 20%വും തമ്മിലുള്ള വ്യത്യാസം 116 ആണ് എങ്കിൽ ആ സംഖ്യയുടെ 25% എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ സി ആണ് 290. A/B = 5:7 B/C = 6:11 ആയാൽ A/B/C എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി 30:42:77. 100, 1000 എന്നീ സംഖ്യകൾക്കിടയിലുള്ള 9ന്റെ ഗുണിതങ്ങളായ എല്ലാ എണ്ണൽ സംഖ്യകളുടെയും തുക എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്തത് 64 - 1/3, 8 / 2/3, 27 / 1/3, 36 / 1/3. ഇറ്റ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ ബി ആണ് 1/2. കൂട്ടത്തിൽ ചേരാത്ത സംഖ്യ? ഓപ്ഷൻ ഡി ആണ് 119. ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 80. അടുത്തത് പ്ലസ് എന്നത് ഹരണത്തെയും, ഹരണം എന്നത് വ്യവകലനത്തെയും, മൈനസ് എന്നത് ഗുണനത്തെയും, ഗുണനം എന്നത് സങ്കലനത്തെയും സൂചിപ്പിച്ചാൽ 34 + 2 × 6 ഹരിക്കണം 3 - 4. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 11. ഒരു വരിയിൽ രഘു മുന്നിൽ നിന്ന് 13-മനാണ്, പിന്നിൽ നിന്നും 6-മനുമാണ് എങ്കിൽ വരിയിൽ എത്ര പേരുണ്ട്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 18. സോഴ്സ് എന്ന വാക്കിന്റെ കോഡ് TNVQDD ആണ് എങ്കിൽ മൊബൈൽ എന്ന വാക്കിന്റെ കോഡ് എങ്ങനെ എഴുതാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ് NNCHMD. അടുത്ത ഇംഗ്ലീഷ് ആണ്. ഹൂസ് റെഡ് കാർ ഈസ് ഡാഷ് ഓവർ ദെയർ? ആൻസർ ഓപ്ഷൻ സി ആണ് ദാറ്റ്. ദ പണിഷ്മെന്റ് ഫോർ എ ഡാഷ് ക്രൈം ഈസ് യൂഷ്വലി ഹാർഷർ ദാൻ ആൻ അൺപ്ലാൻഡ് ക്രൈം? ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്രീമെഡിറ്റേറ്റീവ്. ദ പ്രൊഫസർ അലോങ് വിത്ത് ഹിസ് സ്റ്റുഡൻസ് ഡാഷ് അറ്റൻഡിങ് ദി സെമിനാർ? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഈസ് ആണ് വരിക. നോ വൺ ക്യാൻ ലീവ് വിത്തൗട്ട് ഹോപ്പ്. ചേഞ്ച് ദി അസേർട്ടീവ് സെന്റൻസ് ഇൻ ടു ആൻ ഇൻറ്ററോഗേറ്റീവ് ഫോം? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ക്യാൻ എനിവൺ ലീവ് വിത്തൗട്ട് ഹോപ്പ് എന്നുള്ളതാണ് ആൻസർ. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് കാനോട്ട് യൂസ് ദി സഫിക്സ് വാർഡ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് മെമ്പർ. വൺ ഹൂ ഹാസ് ലിറ്റിൽ ഫെയ്ത്ത് ഇൻ ഹ്യൂമൻ ഗുഡ്നസ് ആൻഡ് സിൻസിയറിറ്റി ഈസ്? ആൻസർ ഓപ്ഷൻ എ ആണ് എ സിനിക്. The expression sit on the fence means option A ആണ് to remain neutral. Are you interested in acting? Meena asked me. Change the above sentence into indirect speech.
ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. മീന ആസ്ക്ഡ് മീ ഇഫ് ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ആക്ടിങ്. ഫിൽ ഇൻ വിത്ത് ദി കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദി വെർബ് ഗോ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഗോ വെന്റ്. ഐ വിൽ ഹാവ് ടു ഡാഷ് എ ലോട്ട് ഓഫ് എഫേർട്ട് ടു കംപ്ലീറ്റ് ദ വർക്ക് ഓൺ ടൈം. ആൻസർ ഓപ്ഷൻ എ ആണ്. പുട്ടിങ്. അടുത്തത് മലയാളമാണ്. ഏഷണി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ്? ഓപ്ഷൻ സി നാരദക്രിയ. ഭിക്ഷു എന്ന പദത്തിന്റെ സ്ത്രീലിംഗം? ഓപ്ഷൻ ഡി ഭിക്ഷുണി. താഴെ പറയുന്നതിൽ ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഗജാശ്വങ്ങൾ. ഋഷിയെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റപ്പദം ആർഷം. വിയോഗം എന്ന വാക്കിന്റെ വിപരീതം? ഓപ്ഷൻ സി സംയോഗം. കാടിയായാലും മൂടി കുടിക്കണം എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം? ഓപ്ഷൻ എ ഇല്ലായ്മ, മറ്റുള്ളവരെ അറിയിക്കരുത്. താഴെ പറയുന്നതിൽ പക്ഷിയുടെ പര്യായം? ഓപ്ഷൻ ഡി ഖഗം. താഴെ പറയുന്നതിൽ പൂജ ബഹുവചനത്തിന് ഉദാഹരണം? ഓപ്ഷൻ ബി ദ്രോണർ. പരിഭാഷപ്പെടുത്തുക. വാട്ട് എവർ യു ഡു ദേ വിൽ കണ്ടിന്യൂ ടു ദി പുവർ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവർ ദരിദ്രരായി തുടരും. താഴെ പറയുന്ന വാക്യത്തിലെ തെറ്റ് തിരുത്തി എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിപ്പിച്ചു. അടുത്തത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം. നമ്മൾ സാധ്യതാ ചോദ്യങ്ങൾ ഇന്നലെ ചെയ്തപ്പോൾ പറഞ്ഞതാണ്. ഓപ്ഷൻ സി ആണ്. 23 വയസ്സ്. താഴെ കാണുന്ന പ്രസ്താവനകളെ കുറിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ശരി ഏത്? ഇതും നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഇന്നലെ സാധ്യതാ ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 3, 4 എന്നിവ. ജനുവരി 30 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. ദുഃഖവെള്ളി ദിനത്തിൽ കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. അടുത്തത് ഒരു കോളം തന്നിട്ടുണ്ട്. ഇതും നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. പട്ടികയിലെ മദ്യ ഇനങ്ങളുടെ അളവ് സംബന്ധിച്ച് ചുവടെ കാണുന്ന ഓപ്ഷനുകളിൽ ശരി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം മാത്രമാണ് കേട്ടോ. IMFL 3 ലിറ്റർ, അതുപോലെ 3 ബിയർ എന്ന് പറയുന്നത് 3.5 ലിറ്റർ. ഇത് രണ്ടുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം. ഇതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമുക്കിപ്പോൾ ഉത്തരമായിട്ട് ഓപ്ഷൻ സി 1996 ആണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് ആൻസർ കീ വരുമ്പോൾ നോക്കാം. NDPS ആക്ട് 1985 ബാധകമായ പ്രദേശം അല്ലെങ്കിൽ പ്രദേശങ്ങൾ? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങൾ. നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അടുത്തത് 2 കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ? ഉത്തരം ഓപ്ഷൻ സി ആണ്. 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. ഇത് നമ്മൾ പഠിപ്പിച്ചതാണ്. മീഥൈൽ ആൽക്കഹോളിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓപ്ഷൻ ഡി ആണ്. CH3OH. കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്റർ ആണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 40. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് ചട്ടങ്ങൾ പ്രകാരം അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇത് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഓപ്ഷൻ സി ആണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്ന ആൻസർ. അടുത്തത് കേരളത്തിലെ വിദേശ മദ്യഷോപ്പുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം മാത്രമാണ്. ഓക്കെ, 1ഉം 3ഉം മാത്രമാണ് ശരി അല്ലാത്തത്. ഓക്കെ. അടുത്തത് കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെ. FL1 വിദേശ മദ്യവിൽപ്പന സ്ഥാപനത്തിൽ നിന്നും ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശ മദ്യത്തിന്റെ കുറഞ്ഞ അളവ്? ഓപ്ഷൻ ഡി ആണ്. 180 മില്ലി ലിറ്റർ. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് കോട്ട്പ നിയമപ്രകാരം ശരിയായിട്ടുള്ളത്? ഇത് ഇന്നലെ നമ്മൾ സാധ്യതാ ചോദ്യങ്ങൾ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞതാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 മീറ്റർ ചുറ്റളവിനുള്ളിൽ പുകയില വിൽപ്പന നടത്തുവാൻ പാടുള്ളതല്ല. 18 വയസ്സ് തികയാത്ത ഒരാൾക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുത്. പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കുവാനോ പാടുള്ളതല്ല. കോട്ട്പ നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 30. സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാവുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിന്റെ പുറത്തുള്ള സ്ഥലത്തിന്റെ എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കണം? അപ്പോൾ ഇത് ഓപ്ഷൻ ബി ആണ്. 85%. കേരളത്തിൽ ആദ്യ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. വിമുക്തി.
ജൂൺ 26 ലോക ലഹരി വിമുക്തി നമ്മൾ സാധ്യതാ ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞതാണ് കേട്ടോ. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ 2021 ലഹരി വിരുദ്ധ ദിന സന്ദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. മികച്ച പരിചരണത്തിന് മികച്ച അറിവ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47മായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരി? ഇതും നമ്മൾ ഇന്നലെ സാധ്യതാ ചോദ്യത്തിൽ പറഞ്ഞതാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മദ്യനിരോധനം ഏർപ്പെടുത്താൻ സർക്കാരിന് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ ഉത്തരം വരുന്നത്. ഓപ്ഷൻ ഡി ആണ് 1ഉം 3ഉം കേട്ടോ. ആരോഗ്യത്തിന് ഹാനികരമാവുന്ന ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കും. മദ്യനിരോധനം ഏർപ്പെടുത്താൻ സർക്കാരിന് സാധിക്കും. അടുത്തത് IT ആക്ട് 2000 സെക്ഷൻ 43A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥരാവുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം മാത്രം. കമ്പനി, വ്യക്തി. ഒരു വ്യക്തി IT ആക്ട് 2000 സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമോ ആയോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി 3 വർഷം തടവും 5 ലക്ഷം പിഴയുമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 100 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ ക്ലാസ്സുകൾ, സ്പെഷ്യൽ ടോപ്പിക്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. എക്സാം എങ്ങനെ ഇരുന്നു എന്നുള്ള കാര്യം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്